വാസ്തുവിൽ നിന്നും കന്നിമൂലയാണല്ലോ താരം. നമുക്കെപ്പോഴും കന്നിമൂലയെക്കുറിച്ച് പറയുമ്പോഴാണ് എല്ലാവർക്കും വളരെ സെൻസിറ്റീവായിട്ടൊക്കെ എല്ലാവരും റിയാക്ട് ചെയ്യുന്നൊരു ഏരിയയാണ് കന്നിമൂല. കന്നിമൂലയിൽ എന്തൊക്കെയാവാം, കന്നിമൂലയിൽ എന്തൊക്കെ ആയിക്കൂടാ, വീടിൻ്റെ കന്നിമൂല മാത്രം നോക്കിയാൽ മതിയോ, വസ്തുവിൻ്റെ കന്നിമൂല നോക്കണോ, ഇങ്ങനെ ഈ നിറുതി എന്ന് പറയുന്നത് ഒരു വലിയ താരമാണ് ശരിക്കും വാസ്തുവിൽ. കാര്യം എന്ന് പറഞ്ഞാൽ ബേസിക്കായിട്ട് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ കന്നിമൂല. എന്തുകൊണ്ടാണിത് സംഭവിച്ചെന്നുള്ളത് ഞാൻ വിശദമായിട്ട് ഇതിനു മുമ്പ് പല വീഡിയോയിലും കന്നിമൂലയുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും വാസ്തു അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആവർത്തനമായിട്ട് നമ്മൾ അതിലേക്കൊന്നും പോകണ്ടേ. പക്ഷേ ഇവിടെ ചർച്ചാ വിഷയമാക്കാനായിട്ട് എനിക്ക് എൻ്റെ മുന്നിലേക്ക് വന്നൊരു വിഷയം എന്ന് പറയുന്നത് കന്നിമൂലയിൽ വേസ്റ്റ് കൂട്ടിയിടാമോ എന്നൊരു ചോദ്യം. കന്നിമൂല ശുദ്ധമായിട്ടിരിക്കേണ്ട ഒരു സ്ഥാനമല്ലേ, അവിടെ എന്തിനാണ് അവിടെ വേസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ വരില്ലേ എന്ന് പറഞ്ഞ് പലരും പലരോടും പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കന്നിമൂല എന്ന് പറയുന്ന ഒരു ശുദ്ധ സ്ഥാനം എന്ന രീതിയിലൊന്നും ഒരിടത്തും നിർവചിച്ചിട്ടില്ല. വാസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വാസ്തുവിൽ സൂതികാഗ്രഹമാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും കന്നിമൂലയിൽ റെക്കമെൻഡ്. സൂതികാഗ്രഹം എന്ന് പറയുന്നത് പ്രസവ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് സ്ത്രീകളെ പണ്ടുള്ള കാലത്ത് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യാതെ വീട്ടിൽ തന്നെ ഈ പ്രസവാനന്തര ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് അതിന് വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് പാർക്കാൻ ഏറ്റവും ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള രാഹുവിൻ്റെ ഇമ്പാക്റ്റുള്ള ഒരു സ്ഥാനം എന്നൊക്കെ പറയാം. അപ്പോൾ അതിന് നമുക്ക് ആ ഒരു ഇൻഡിവിജ്വൽ ആ ഒരു പൊസിഷന് നല്ലൊരു ഇമ്പാക്റ്റ് വരുന്നത് കൊണ്ടാണ് ആ ഒരു സ്ഥാനത്തിനെ അങ്ങനെ നിർവചിച്ചിരുന്നത്. അവിടെ പിന്നെ നമ്മൾ കാലങ്ങൾ കടന്നു പോകുമ്പോൾ നമ്മൾ അവിടെ ഇമോഷണൽ സെൻറ്റർ എന്നും സ്കിൽ സെൻറ്റർ എന്നും നിരുദ്യാം ശാസ്ത്രാകാരം സ്കിൽ സെൻറ്റർ എന്ന് പറയുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള കുറേ മെറിറ്റ്സിനെ നമ്മൾ അക്യുമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ കന്നിമൂലയ്ക്കൊരു മാസ്റ്റർ ബെഡ്റൂം ഒരു കോൺസെപ്റ്റ് നമ്മൾ കൊണ്ടുപോകുന്നു. ഈ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളൊരു ചോദ്യം. മാസ്റ്ററിൻ്റെ ബെഡ്റൂം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഗൃഹനാഥനും ഗൃഹനാഥിയെയും കഴിയേണ്ട സ്ഥലം ആണ് കന്നിമൂല ബെഡ്റൂം എന്ന് നമ്മൾ പറയും. നമ്മുടെ കൺസേൺ ഇതിൽ ഈ ടോപ്പിക്ക് ഞാൻ ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം എന്ന് പറയുന്നത് വസ്തുവിൻ്റെ കന്നിഭാഗത്തായിട്ട് വേസ്റ്റ് കൊണ്ടിട്ടാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ്. കന്നിമൂല എന്ന് പറയുന്നതിന് ഇപ്പോൾ വേസ്റ്റ് എന്നുള്ളൊരു ആംഗിൾ, ശുദ്ധത എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കണം. എന്തിനെയാണ് നമ്മൾ ശുദ്ധമല്ലാത്തത് എന്ന് നമ്മൾ വ്യാഖ്യാനിക്കുന്നൊരു വിഷയം കൂടെയുണ്ട്. ഇപ്പോൾ ഒരു പഴയ സാധനങ്ങളെ കൊണ്ട് കന്നിമൂല കൂട്ടിയിട്ട് കഴിഞ്ഞാൽ അത് അശുദ്ധിയാണോ, പഴയതായതുകൊണ്ട് അത് അശുദ്ധമാണോ എന്നുള്ള ചോദ്യം വരും. ഇനി മറ്റു തരത്തിലുള്ള അശുദ്ധികൾ നമ്മൾ അവിടെ കൊണ്ടിടുകയാണെങ്കിൽ അതിനുള്ള സ്ഥാനം അതാണോ? അതാണ് ഇവിടുത്തെ ചോദ്യം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. കന്നിമൂല എന്ന് പറയുന്നത് പിതൃക്കളുടെ ഒരു സ്ഥാനം കൂടിയാണ്. അപ്പോൾ ഇത്തരത്തിൽ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നമ്മൾ കൊണ്ട് ഡംപിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങളെ നല്ല രീതിയിൽ ബാധിക്കാനുള്ള സാധ്യത. ഡംപിങ് എന്ന് പറയുന്ന വെയിറ്റുള്ള വസ്തുക്കൾ അവിടെ വരുന്നത് എപ്പോഴും പോസിറ്റീവാണ്. അപ്പോൾ നമുക്ക് കുറേ വീട്ടിൽ കുറച്ച് സാധനങ്ങളുണ്ട്, പക്ഷേ അത് സ്റ്റോക്ക് ചെയ്യാൻ സ്ഥലമില്ല. വീടിൻ്റെ വെളിയിൽ കന്നിമൂല ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു ഷെഡ്യൂലും കെട്ടിയിട്ട് അവിടെ കൊണ്ടിട്ടെന്ന് വെച്ചൊരു പ്രശ്നമില്ല. അവിടെ ഒരു ആ മൂലയെ നമ്മൾ ഡിസ്റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയും നമ്മുടെ ഭാഗത്തുനിന്ന് വരുന്നില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് കന്നിമൂലയിൽ അങ്ങനെ ഒരു ഡംപിങ് പാടില്ല എന്നൊന്നും ഒരിടത്തും പറഞ്ഞിട്ടില്ല. പക്ഷേ പല ആംഗിളിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ശുദ്ധത എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ ഇത്തരം കാര്യങ്ങളെ ഒന്ന് നല്ല രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാസ്തുവിൽ അങ്ങനെ ഒരു ശുദ്ധമായ സ്ഥാനമായിരിക്കണമെന്ന് നിർവചിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ നിങ്ങളവിടെ അശുദ്ധിയാക്കാമെന്ന് അർത്ഥം വരുന്നില്ല. നമ്മൾ മനസ്സിലാക്കാനുള്ള കന്നിമൂലയുടെ കോൺസെപ്റ്റ് എന്താണ്, കന്നിമൂലയിൽ എന്താണ് അതിൻ്റെ ആ ഒരു ഏറ്റവും കൂടുതൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള എനർജി എന്താണ് അവിടെ, ആ എനർജിയെ ബേസ് ചെയ്തിട്ടുള്ള ആക്ഷൻസ് മാത്രമേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വരാവൂ. അതിനപ്പുറത്തേക്ക് നിങ്ങളത് മാറി മാറി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. എന്ന് വെച്ച് കന്നിമൂല എപ്പോഴും ഒഴിച്ചിടണം, ശുദ്ധമായിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നതിനോട് യാതൊരു ലോജിക്കുമില്ല. കാരണം കന്നിമൂലയിൽ വെയിറ്റ് വേണം എന്നാണ് പറയുന്നത്. അപ്പം അവിടെ ഒഴിച്ചിട്ടാൽ വെയിറ്റ് വരുമോ? നമ്മൾ വെയിറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഓബ്ജക്ട്സ് അവിടെ കൊണ്ട് പ്ലേസ് ചെയ്താലേ വെയിറ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എങ്ങനെ ഒഴിച്ചിടുന്നത്? അപ്പോൾ ഒഴിച്ചിടുന്നതെന്നൊക്കെ ഇപ്പോൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കന്നിമൂല എപ്പോഴും വെയിറ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഏരിയ ആണെങ്കിൽ എങ്ങനെയാണ് അതിനെ ഒഴിച്ചിടുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങനെ നമ്മൾ
എല്ലാ വശങ്ങളെയും അനലൈസ് ചെയ്ത് കഴിയുമ്പോൾ കന്നിമൂലയിൽ വേസ്റ്റ് കൊണ്ടിട്ട് ഞാനൊരു വീഡിയോയിൽ സംസാരിച്ചു, വേസ്റ്റ് കത്തിക്കാൻ പാടുണ്ടെന്നുള്ളതിനെ പറ്റി ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. വേസ്റ്റ് കൊണ്ടിട്ട് അക്യുമുലേറ്റ് ചെയ്തിട്ട് അവിടെ ഒരു നെഗറ്റീവ് എനർജിയെ നമ്മൾ പർപ്പസ്ലി ക്രിയേറ്റ് ചെയ്യുന്നതിനോട് എനിക്ക് അഭിപ്രായമില്ല. കാരണം അവിടെ കൊണ്ട് എല്ലാം കൂടെ ക്ലട്ടർ ചെയ്തിട്ടിട്ട് അത് ഒരു ചില വീടുകളിലൊക്കെ പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, ചില ഉപയോഗശൂന്യമായ വസ്തുക്കളെല്ലാം കൂടെ ചിലപ്പോൾ നോർത്ത് ഈസ്റ്റിലൊക്കെ കൊണ്ടിടുന്ന ആൾക്കാരുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമുക്ക് ഈ പറഞ്ഞ ഈ ആക്രി സാധനങ്ങളെന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരം കാര്യങ്ങൾ നമ്മൾ വീട്ടിലേക്ക് വയ്ക്കുന്നത് എന്തിനാണ്? നമുക്ക് പറ്റുന്നില്ല, നമ്മളതിനെ ഒരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ കൊടുക്കുകയോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്ത് മാറ്റണം. അല്ലാതെ അതിനെ കൊണ്ട് ഒരിടത്തേക്ക് കൊണ്ട് ഇങ്ങനെ ഇട്ട് കൂട്ടി അവിടെ ഒരു പ്രോബ്ലം ഉണ്ടാക്കി വെച്ചിട്ട് അതിനൊരു അശുദ്ധി ഉണ്ടാക്കി വയ്ക്കുന്ന, നമ്മൾ അശുദ്ധി എന്ന് പറയുന്നത് ആ ആംഗിളിലല്ല. ഈ ഡംപിങ് കൊണ്ടിട്ട് ഒരു ഡീക്ലട്ടറിങ് നടക്കാതെ കിടക്കുന്ന ഒരു അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രശ്നം വരും. നമ്മൾ കന്നിമൂലയിൽ വസ്തുക്കൾ വയ്ക്കാം, പക്ഷെ അതിന് ഈ ഓൾഡ് വസ്തുക്കൾ അങ്ങനെയൊന്നും ഒരു വിഷയമൊന്നുമില്ല. നമ്മൾ വയ്ക്കുന്ന കാര്യങ്ങളെ വളരെ അടുക്കും ചുറ്റയോട് വെച്ചിട്ട് കന്നിമൂലയിൽ വെയിറ്റ് വരുന്ന രീതിയിൽ നമ്മൾ വയ്ക്കുക. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം കന്നിമൂലയിൽ ഇനിയിപ്പോൾ വീട്ടിൻ്റെ കന്നിമൂല മുറി ഒഴിഞ്ഞടക്കാമോ എന്നൊരു ചോദ്യം വരും. അത് വേറൊരു ചോദ്യമാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് വീടിൻ്റെ പുറത്തുള്ള, വീടിന് പുറത്ത് നമ്മുടെ പ്ലോട്ടിലെ കന്നിമൂലയെ പറ്റിയാണ് ഞാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം വീടിനുള്ള കന്നിമൂല സ്വാഭാവികമാണ്, കന്നിമൂല ഒരിക്കലും ഒഴിഞ്ഞെടുക്കാൻ പാടില്ല. കന്നിമൂല ഡിമാൻഡിങ് വെയിറ്റ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ആളുകൾ യൂസ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ ആര് യൂസ് ചെയ്യണം? അതൊരു ചോദ്യമാണ്. ഗൃഹനാഥിയും അല്ല, വേറെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പാടുണ്ട്. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ട്. കുട്ടികൾക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാര്യം ഇമോഷണൽ സെൻ്ററാണ്, സ്കിൽ സെൻ്ററാണ്. സ്കിൽ സെൻ്റർ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചുള്ള ആ സ്കിൽ സെൻ്റർ എന്നുള്ള ആസ്പെക്റ്റ് അവർക്ക് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും. അപ്പോൾ അത് ചെയ്യുന്ന വർക്കിന് നല്ല റിസൾട്ട് ഉണ്ടാവും. പക്ഷെ നമ്മളവിടെ പറയുകയാണ്, അവിടെ ഗൃഹനാഥിയും മാത്രമേ കഴിയാവൂ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ചില കോളിലൊക്കെ ഒന്ന് ചോദിക്കും, താഴത്തെ എൻ്റെ കന്നിമൂലയിൽ എൻ്റെ പാരൻസിന് കഴിയാമോ? ഞങ്ങൾ മുകളിലത്തെ കന്നിമൂല ബെഡ്റൂമാണ് ഞങ്ങൾ എടുക്കുന്നത്. ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള കോൺസെപ്റ്റ് വരയ്ക്കുന്നത് ഗൃഹനാഥിയും എന്നുള്ള രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കന്നിമൂല മുറിയിൽ ആരുപയോഗിച്ചാലും അവർക്ക് നല്ലത് തന്നെയാണ്. കന്നിമൂല ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല എനർജിയുള്ള ബെഡ്റൂമാണ്. കിടപ്പ് രോഗികൾ ഒഴിച്ച്, അത് ഞാൻ പ്രത്യേകം പറയാം. കിടപ്പ് രോഗികളെ കഴിയുന്നത് കന്നിമൂലയിൽ നമ്മൾ, കാര്യം അവർക്കൊരു എഴുന്നേൽക്കാനുള്ളൊരു ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും കിടപ്പ് രോഗികളെ കന്നിമൂലയിൽ നമ്മൾ കിടത്താൻ പാടില്ല. അത് മാത്രമേ ഉള്ളൂ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അല്ലാതെ കന്നിമൂല മുറി ഒരു നോർമൽ ബെഡ്റൂം കോൺസെപ്റ്റിൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. കാര്യം പലരോടും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. കാര്യം കന്നിമൂല മുറി ഇന്ന ആൾക്കാർ മാത്രമേ ഉപയോഗിക്കൂ, അല്ലെങ്കിൽ ഒഴിച്ചിട്ടയ്ക്ക് എന്ന് പറയുന്നത്. ഇതിന് എന്ത് ബേസിസ് ആണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇപ്പം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ബുക്കുകളുടെയും നോളജിൻ്റെയും നമ്മുടെ ഈ പറഞ്ഞ ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൻ്റെയൊക്കെ ഒരു ബലത്തിലാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. അതിനപ്പുറത്തേക്ക് പല അഭിപ്രായങ്ങളും പല രീതിയിൽ പലരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിന് എല്ലാം നമുക്കൊന്നും ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ സ്റ്റിൽ എൻ്റെ അഭിപ്രായങ്ങളിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. കന്നിമൂല ഭാഗം എന്ന് പറയുന്നത്, കന്നിമൂല മുറി എന്ന് പറയുന്നത് ഒരിക്കലും ഒഴിച്ചിടാൻ പാടില്ല. ഒപ്പം തന്നെ കന്നിമൂല മുറി തുറന്നു കിടക്കാൻ പാടില്ല. നമ്മളെപ്പോഴും പറയും കന്നിമൂല തുണി ജനൽ അല്ലെങ്കിൽ കോർണർ ഭാഗം തുറന്നു കിടക്കാൻ പാടില്ല. കന്നിമൂല മുറിയിൽ എപ്പോഴും നല്ല വെയിറ്റ് വരുന്ന രീതിയിൽ വസ്തുക്കളെ പ്ലേസ് ചെയ്ത് കന്നിമൂലയെ എപ്പോഴും ബലപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ദൃഢത എന്ന് പറയുന്നത് കന്നിമൂലയെ ആശ്രയിച്ചിരിക്കും. കന്നിമൂല എന്ന് പറയുന്നത് എന്നും ഒരു താരം തന്നെയാണ്. കാര്യം കന്നിമൂലയ്ക്ക് വാസ്തുവിൽ ഒരുപാട് പറയാനുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കുന്ന മറ്റു നല്ല വീഡിയോ നിങ്ങൾ മുന്നിലെത്തുന്നവരെ നന്ദി, നമസ്കാരം.